സ്റ്റുഡൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് പാരലലോഗ്രാമിൻ്റെ ആ ഒരു പോർഷനിലായിരുന്നു. ഈ യെല്ലോ ബോക്സിൽ ഉള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ഇൻ എനി പാരലലോഗ്രാം ദ മിഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബോത്ത്. അതായത് ഒരു പാരലലോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് ഇതാ കാണുന്ന ബി ഡിയും എ സിയുമാണ് അതിൻ്റെ മിഡ് പോയിന്റ്. ഓരോന്നിൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ആയിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് ഈ പറയുന്നത്. അത് ക്രോസ് ചെയ്ത് പോകുന്നത് ഒരേ പോയിന്റിലൂടെ ആയിരിക്കും എന്നാണ് ഈ ഒരു ഫസ്റ്റ് യെല്ലോ ബോക്സ് പറയുന്നത്. ഇനി അതുപോലെ ഇൻ എനി പാരലലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന ഒരു പ്രിൻസിപ്പിൾ കൂടി നമ്മൾ പഠിച്ചിരുന്നു. ഏതൊരു പാരലലോഗ്രാം സാമാന്തരികം എടുക്കുകയാണെങ്കിലും അവയുടെ ഡയഗണൽസ് പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു, അതായത് രണ്ടായിട്ട് മുറിക്കുന്നു എന്നർത്ഥം. ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നു ഡയഗണൽസിനെ. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചത്, ലാസ്റ്റ് നിർത്തിയിരുന്നത്. ഇനി നമുക്ക് അതിനോട് അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് പാരലലോഗ്രാമിൻ്റെയും പിന്നെ അതിന് മുമ്പ് പഠിച്ച ട്രയാങ്കിൾസിൻ്റെ പ്രിൻസിപ്പിളും വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 4 പ്രോബ്ലം ഉണ്ട്, 4ഓ 5ഓ, ഓക്കെ 6 പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ഞാൻ ക്ലാസ്സിൽ ചെയ്യും, ബാക്കി നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ? ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദയർ നെയിംസ്. ഈ താഴെ തന്നിരിക്കുന്ന ഓരോ പെയറിലും ഓരോ ജോഡിയിലും ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ്. അവയുടെ മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ്, ഈക്വൽ ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന സൈഡ്സിന്റെ പെയർ എന്താണ് കണ്ടുപിടിക്കാനും അവ എഴുതാനുമാണ്. ആൻഡ് റൈറ്റ് ദയർ നെയിംസ്, അവയുടെ പേര് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പല പ്രിൻസിപ്പിൾസും പഠിച്ചിരുന്നു യെല്ലോ ബോക്സസിൽ വിവിധ സെക്ഷനുകളിലായിട്ട്. അപ്പോൾ ആ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിച്ചിരുന്നു എന്ത്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ആ പഠിച്ചതൊക്കെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ലഭിക്കും. ഓക്കെ, ഇവിടെ 2 ജോഡിയാണ് തന്നിട്ടുള്ളത്. ആംഗിൾസ് ശ്രദ്ധിക്കുക. 2 ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പെയറിൽ എ ബി സിയും ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. അതിൽ മാച്ചിങ് പെയർ എന്ന് പറയുന്നത് മാച്ചിങ് ആംഗിൾസ് ആദ്യം നോക്കുക. അതായത് 50-70 ഡിഗ്രി ആണ് എ ബിയുടെ 2 എൻഡിലുള്ള ആംഗിൾസ്. അതുപോലെ ക്യു ആറിന്റെ എൻഡിലുള്ള ആംഗിൾസും 50യും 70യുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 2 കൂടി ആഡ് ചെയ്താൽ, ഈ 2 ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 50 + 70 120 കിട്ടും. ദെൻ നമുക്കറിയാം ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കൂടി ചേർന്നാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 180 മൈനസ് ഈ 2 ആംഗിൾസ് ആഡ് ചെയ്തത്, ദാറ്റ് ഈസ് 180 മൈനസ് 50 + 70, ദാറ്റ് ഈസ് 180 മൈനസ് 120, ദാറ്റ് ഈസ് എത്രയാ? 60 വരും. അപ്പോൾ ഇവിടെ മൂന്നാമത് ആംഗിൾ 60 കിട്ടും. അതുപോലെ ഇവിടെ പി എന്ന ആംഗിൾ, രണ്ടാമത്തെ ട്രയാങ്കിളിൽ പി ക്യു ആറിൽ പി എന്ന ആംഗിളും 60 കിട്ടും. ഇനി നമുക്ക് മാച്ചിങ് പെയർസ് കാണാൻ സിമ്പിൾ ആണ്. ഓക്കെ, മാച്ചിങ് പെയർസ് എങ്ങനെ കാണാം? ആംഗിൾസിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 50ക്ക് ഓപ്പോസിറ്റ് നോക്കാം. 50ക്ക് ഓപ്പോസിറ്റ് ബി സി ആണ്. ബി സി ഇപ്പുറത്തെ ട്രയാങ്കിളിൽ 50ക്ക് ഓപ്പോസിറ്റ് ആരാ? പി ക്യു. therefore നമുക്ക് വി ക്യാൻ റൈറ്റ് ബി സി ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് എഴുതാം. അതാണ് ഒരു പെയർ. ഓക്കെ, ബി സി ഈസ് ഈക്വൽ ടു പി ക്യു. ഇനി അടുത്തത് എന്താ? 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എഴുതാം. 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എ സി. ഓക്കെ, ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആരാ? 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പി ആർ. ഓക്കെ, അപ്പൊ എ സി ഈസ് ഈക്വൽ ടു പി ആർ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, എ സി ഈസ് ഈക്വൽ ടു പി ആർ എന്ന് എഴുതാൻ കഴിയും. ഇനി 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആരാ? 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇവിടെ എന്താണ്? എ ബി ആണ്. ഇവിടെയോ 60ക്ക് ഓപ്പോസിറ്റ് ഈ ആംഗിളിൽ
ആർ ക്യൂ. എ ബി ഈസ് ഈക്വൽ ടു ആർ ക്യൂ എന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ അടുത്ത ട്രയാങ്കിൾ നോക്കുക. അടുത്ത ട്രയാങ്കിൾ 80 + 30 ദാറ്റ് ഈസ് 110 വരും, 110 ഡിഗ്രി. 180 - 110 എന്ത് വരും? 70 വരും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾസ്, ആംഗിൾ എന്നും ആംഗിൾ സെറ്റും എന്താണ് വരിക? ഇവിടെ എന്താ വരിക? 180 - 80 + 30 ദാറ്റ് ഈസ് 180 നിന്നും 180 നിന്നും 110 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 70 കിട്ടും. അതുപോലെ ഇവിടെ എന്താണ് 80 കിട്ടും. 70 30 100 ആണല്ലോ. അപ്പൊ ബാക്കി എത്രയാ വരിക? 80. അപ്പൊ നമുക്ക് ഈ 3 ആംഗിൾസും അറിയാം. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് MN ആണ്, ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് XZ ആണ്. Therefore we can write MN is equal to XZ. ഓക്കെ, ഇനി അടുത്തത് 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് YZ ആണ്, ഇവിടെ 70ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് LM ആണ്. Therefore LM is equal to YZ. ഓക്കെ, ഇനി നമ്മൾ എത്രയാ? 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റിൽ LN ആണ്, ഇവിടെ എന്ത് വരും? 80ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് XY ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഈ ഒരു ചിത്രം നോക്കിയിട്ട് മാച്ചിങ് ആംഗിൾസ് നോക്കുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും എന്താണ്? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആയിരിക്കും എന്നാണ് ഈ ഫസ്റ്റ് പ്രോബ്ലം. സിമ്പിൾ പ്രോബ്ലം ആണ്, അത് നോട്ട്ബുക്കിൽ വരച്ച് എഴുതുക. ക്ലിയർ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പാരലലോഗ്രാമിന്റെ അപ്ലിക്കേഷൻസ് വരുന്നതാണ്, ശരിക്കും ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ദ ഫിഗർ, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്? 2 ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത പോലെ ലഭിക്കുന്നു. അതായത് എല്ലാ പോർഷൻസും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വായിക്കേണ്ടതുണ്ട്. എന്താണ്? ഇൻ ദ ഫിഗർ AP ആൻഡ് BQ ഈക്വൽ ആൻഡ് പാരലൽ. ഇവിടെ APയും BQയും ഈക്വൽ സൈഡ്സ് ആണ്, അതുപോലെ പാരലലുമാണ്. ഓക്കെ, അപ്പോൾ ഇവ രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്? AP ആൻഡ് BQ equal and parallel are lines drawn at the ends of the line AB. AB എന്ന് പറയുന്ന ലൈനിന്റെ എൻഡിൽ നിന്നാണ് ഇവ രണ്ടും, അതായത് ഈ എയിൽ നിന്നും മുകളിലോട്ട് വരച്ചിട്ടാണ് പിയിൽ എത്തുന്നത്, അതുപോലെ ബിയിൽ നിന്നും താഴോട്ടാണ് ക്യൂവിലേക്ക്. അപ്പൊ AB എന്ന ലൈനിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്നാണ് ആ 2 ലൈൻസും പാരലൽ ലൈൻസ് എന്താണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് PQ ആൻഡ് AB ഈസ് മാർക്ക്ഡ് ആസ് M. PQവും ABയും എന്താണ്? PQവും ABയും അതായത് നേരത്തെ പറഞ്ഞ 2 പാരലൽ ലൈൻസിന്റെ മറ്റ് 2 എൻഡ് പോയിന്റ്സ് ആണ്. ഒരു എൻഡ് പോയിന്റ്സ് എന്തായിരുന്നു? Aയും Bയും ആണ്. മറ്റ് 2 എൻഡ് പോയിന്റ്സ് എന്താണ്? Pയും Qവുമാണ്. അത് ജോയിൻ ചെയ്ത ലൈനാണ് PQ എന്ന് പറയുന്നത്. അപ്പോൾ ABയും PQവും എന്താണ്? ക്രോസ് ചെയ്ത് പോകുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് M എന്നാണ്. ഓക്കെ, M എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ്? ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ AMP ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് BMQ. ഇവിടെ 2 ട്രയാങ്കിൾ കണ്ടല്ലോ, AMP. ഇത് 2 ട്രയാങ്കിൾ ആണ്, AMPയും BMQ. മുകളിലെ ട്രയാങ്കിൾ അതായത് ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ, അതുപോലെ റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് ഒരു ട്രയാങ്കിൾ. AB എന്ന ലൈനിന്റെ മുകളിലും താഴത്തുമായിട്ട് നിൽക്കുന്ന 2 ട്രയാങ്കിൾസ് ആണ് AMPയും BMQയും. ഇതിന്റെ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ AMP ഈസ് ഈക്വൽ ടു സൈഡ്സ് ഓഫ് BMQ. ട്രയാങ്കിൾ AMPയുടെ സൈഡ്സ് BMQവിനോട് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ്? നമുക്ക് we already given that AP is equal to BQ. അപ്പൊ 2 സൈഡ് ഈക്വൽ ആണല്ലോ, AP is equal to BQ എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ പറയുന്നത്? അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ ഇത് പാരലൽ ആണെന്നും കണ്ടു. ആ പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് എന്ത്? PQ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇത് ഒരു Z പോലെ വരുന്ന ഒരു 2 പാരലൽ ലൈൻസ് ആയിട്ടുള്ള APയെയും BQവിനെയും ക്രോസ് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് എന്ത്?
പി ക്യു എന്ന് പറയുന്നത് ആ ലൈനിന്റെ എൻഡിലുള്ള പോയിന്റ്, അതായത് ഇവിടെ ആംഗിൾ പിയും ഇവിടുത്തെ ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ എമ്മും ബി എമ്മും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. എങ്ങനെയാ? എ പിയും ബി ക്യൂവും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്യുന്ന ഒരു ലൈനാണ് പി ക്യു. അവിടെ ആ പി ക്യുവിന്റെ എൻഡിൽ ഉണ്ടാവുന്ന ആംഗിൾസ് ആണ് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും. അതുകൊണ്ട് ആംഗിൾസ് പിയും ക്യൂവും ഈക്വൽ ആണ്. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എം ബിയും എ എമ്മും ബി എമ്മും ഈക്വൽ ആണ് എന്നും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഒരു ട്രയാങ്കിൾസിന്റെ എ പി ആരോട് ഈക്വൽ ആണ്? ബി ക്യൂവിനോട് ഈക്വൽ ആണ്. എ എം ആരോട് ഈക്വൽ ആണ്? ബി എമ്മിനോട് ഈക്വൽ ആണ്. ദെൻ നമുക്ക് മറ്റൊരു നിലക്കും ചിന്തിക്കാം. എ പി എന്ന പാരലൽ ലൈനും ബി ക്യു എന്ന പാരലൽ ലൈൻസിനെയും ക്രോസ് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് എ ബി. അതുകൊണ്ട് എയും എന്താണ്? ഈ ട്രയാങ്കിളിലെ ബിയും ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പി എമ്മും ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യു എമ്മും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വി ക്യാൻ റൈറ്റ് എന്ത് എഴുതാം? സൈഡ്സ് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഇൻ ട്രയാങ്കിൾസ് എ എം പി ആൻഡ് ബി എം ക്യു ദ സൈഡ്സ് AP is equal to BQ. Given that the side AP is equal to BQ എന്ന് കിട്ടി. അതുപോലെ തന്നെ since the angles P and Q are same, then AM is equal to BM. Okay, then the angles A and B are same, then PM is equal to QM. Okay, അപ്പോൾ therefore നമുക്ക് ഈസിലി കണ്ടെത്താൻ കഴിയും എല്ലാ സൈഡ്സും. അതായത് എ എം പിയുടെ സൈഡ്സ് ആരോട് ഈക്വൽ ആണ്? ബി എം ക്യൂവിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇതിന് ക്വസ്റ്റ്യന് ആൻസർ ആയല്ലോ. ട്രയാങ്കിൾ എ എം പി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ എം പി ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി എം ക്യൂ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ പൊസിഷൻ ഓഫ് എം ഓൺ എ ബി? എം എന്ന് പറയുന്നത് എ ബി എന്ന ലൈനിൽ എമ്മിന്റെ പൊസിഷൻ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആൻസറിൽ തന്നെ കണ്ടു എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു. ആംഗിൾ പിയും ആംഗിൾ ക്യൂവും സെയിം ആയതുകൊണ്ട് എ എമ്മും ബി എമ്മും ഈക്വൽ ആണെന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ എന്താണ്? എ എമ്മും ബി എമ്മും ഈക്വൽ ആയാലും എന്താണ്? അവ മിഡ് പോയിന്റ് ആണ്. അതുപോലെ ക്യു എമ്മും ബി എമ്മും ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു എന്ത് വരക്കുക? എ ക്യു ബി പി എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം വരക്കുകയാണെങ്കിൽ അതിന്റെ ഡയഗണൽസിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് എന്ത്? എം. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് പൊസിഷൻ ഓഫ് എം ഓൺ എ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ദ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് പി ക്യു, ആൻഡ് ഓൾസോ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് പി ക്യു. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് ഡ്രോ എ ലൈൻ 5.5 സെന്റിമീറ്റർ ലോങ്, 5.5 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു ലൈൻ വരക്കുക. യൂസിങ് എ സെറ്റ് സ്ക്വയർ ലൊക്കേറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സെറ്റ് സ്ക്വയർ നമുക്കറിയാം, ഒരു ലൈനിന്റെ മുകളിൽ വെച്ച ഒരു ത്രികോണമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യുക? ഒരു ത്രികോണം വരക്കുക. ഇവിടെ കണ്ടില്ലേ, താഴത്തും ഒരു ത്രികോണം വരക്കുക. അതിന്റെ മിഡ് പോയിന്റ് കിട്ടാൻ ഒരു പണിയില്ല, ഡയഗണൽസ് ക്രോസ് ചെയ്യുക, അപ്പോൾ മിഡ് പോയിന്റ് കിട്ടും. ഓക്കെ, മുകളിൽ ഇങ്ങനെ ട്രയാങ്കിൾ പ്ലേസ് ചെയ്യുക, അതുപോലെ താഴത്തേക്ക് തിരിച്ചും പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഡയഗണൽസ് ജോയിൻ ചെയ്താൽ ആ 5.5ന്റെ എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. ക്ലിയർ? അതാണ്. അല്ലെങ്കിൽ സ്കെയിലിൽ നമുക്ക് മിഡ് പോയിന്റ് 5.5 സെന്റിമീറ്ററിന്റെ മിഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് വരക്കാൻ കഴിയില്ല. ഓക്കെ, 5.5ന്റെ പകുതി സ്കെയിലിൽ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ്, ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാൻ നോക്കണം. എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ABCDE, ഇവിടെ ABCDE എന്ന് പറയുന്ന ഒരു
പെന്റഗൺ ഉണ്ട്. പെന്റഗൺ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദി സെയിം ലെങ്ത്. അപ്പോൾ എല്ലാ സൈഡ്സും സെയിം ലെങ്ത് ആണ്. അതായത് എ ബിയും ബി സിയും സി ഡിയും ഇ എയും ഈക്വൽ ആണ്. അതായത് ഈ സെൻട്രൽ പോർഷനിൽ കാണുന്നതാണ് പെന്റഗൺ എന്ന് പറയുന്ന എ ബി സി ഡി ഇ എന്ന് പറയുന്ന പെന്റഗൺ. അവയുടെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ABCDE ഈസ് എ റെഗുലർ പെന്റഗൺ. അതിനെ റെഗുലർ പെന്റഗൺ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ക്ലിയർ? ഇനിയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ഓൾ ദി ആംഗിൾസ് ഓഫ് സെയിം സൈസ്. റെഗുലർ ആയതുകൊണ്ട് തന്നെ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ ഇ ഓൾ ആർ ദി സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഗുലർ പെന്റഗണിന്റെ ആംഗിൾ കാണാനുള്ള ഒരു ആംഗിൾ അറിഞ്ഞിരിക്കണം. അത് കാണാൻ ഒരു ഇക്വേഷനും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ n-2 × 180 ഡിവൈഡഡ് ബൈ n എന്നാണ്. അതായത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അത് n-2. അതായത് ഇവിടെ ഇൻ ദിസ് കേസ് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 5 ആണ്. പെന്റഗണിന് 5 സൈഡ്സ് ഉണ്ട്. അപ്പോൾ 5 - 3 × 180 ദാറ്റ് ഈസ് 5 - 2 × 180 ദാറ്റ് ഈസ് 3 × 180 ദാറ്റ് ഈസ് 3 × 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 540 വരും. 540/5 അതാണ് ഒരു ആംഗിൾ വരിക. അതൊന്ന് ചെയ്ത് നോക്കുക. 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? അതായിരിക്കും എന്തിന്റെ ആംഗിൾ? പെന്റഗണിന്റെ ആംഗിൾ വരിക. അപ്പോൾ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും കിട്ടും. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ദ സൈഡ്സ് എ ബി ആൻഡ് എ ഇ എക്സ്റ്റെൻഡഡ്. ഇവിടെ എ ബി എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പിയിലും മുട്ടിച്ചു. എ ഇ എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂയിലും എന്താണ് ജോയിൻ ചെയ്തു. അതുപോലെ സി ഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ പിയിൽ എത്തുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്ക് ക്യൂവിലും എത്തുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഉള്ളിൽ APQ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഉള്ളിലായി ആര്? നമ്മുടെ പെന്റഗൺ, റെഗുലർ പെന്റഗൺ. ഇനി ക്വസ്റ്റ്യൻസ്. ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ BPC. ഈ ലെഫ്റ്റിലെ ട്രയാങ്കിൾ BPCയും എന്താണ്? പിന്നെ അടുത്തത് ട്രയാങ്കിൾ EQDയും അവയുടെ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവയുടെ സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ നിങ്ങൾ അത് ഈക്വൽ ആണ് എന്ന് എഴുതണം. എന്തുകൊണ്ട് എന്നും എഴുതണം. അപ്പൊ പെന്റഗണിന്റെ ഒരു ആംഗിൾ കാണാം, റെഗുലർ പെന്റഗണിന്റെ ആംഗിൾ എത്രയാണെന്ന് കാണാം. പിന്നെ ഇതിപ്പോ ആംഗിൾ കാണണമെന്നില്ല. എക്സ് എന്ന് ഒരു ആംഗിൾ എടുത്തിട്ട് 180 - x എന്ന് ഇവിടെ ലീനിയർ പെയറിന്റെ അവിടെ 180 - x എന്ന് നമ്മൾ നോക്കിയാലും മതി. ഇവിടെ ഏതൊരു ആംഗിൾ ആയാലും ലീനിയർ പെയർ ആയതുകൊണ്ട് 180 നിന്നും കുറച്ചതാവുമല്ലോ മറ്റേ ആംഗിൾ. അങ്ങനെ ഈക്വൽ ആംഗിൾസ്. അതുപോലെ ഇത് എക്സ് ആയാൽ ഇതും എക്സ് ആണല്ലോ. ആംഗിൾ സി എക്സ് ആയാൽ ആംഗിൾ ഡിയും എക്സ് ആണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? റെഗുലർ പെന്റഗൺ ആണ്. അതിന്റെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആവുമ്പോൾ തൊട്ടപ്പുറത്ത് ട്രയാംഗിളിലെ ഈ ആംഗിൾ എക്സ് ആണ്, 180 - x ആണ്. അതുപോലെ ഈ ട്രയാംഗിളിലെ ട്രയാംഗിൾ EDQവിലെ അല്ലെങ്കിൽ EQDയിലെ ഈ ആംഗിളും, അതായത് റൈറ്റ് സൈഡിലുള്ള ആംഗിളും 180 - x ആണ്. അതുകൊണ്ട് ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അവക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് എക്സ് ആയതുകൊണ്ട് ഇതും 180 - x ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സൈഡ്സ് ഈക്വൽ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ കാരണം എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആർ ദ സൈഡ്സ് ഓഫ് AP, AQ ആൻഡ് ട്രയാംഗിൾ APQ. AP എന്ന് പറയുന്നത് ഏതാണ്? AP, then AQ വലിയ ട്രയാംഗിൾ AQ ആൻഡ് ട്രയാംഗിൾ APQ. ട്രയാംഗിൾ APQ എന്ന് പറയുന്നത് വലിയ ട്രയാംഗിൾ, അതാണല്ലോ ആർ ഈക്വൽ. APയും AQവും എന്താണ്? ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും നിങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു ശ്രമം നടത്തി നോക്കുക. സിമ്പിൾ പ്രോബ്ലം ആണ് ഇതുവരെ വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. ഇനി ഈ പ്രോബ്ലം ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ? എനിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്.